കാലി കേറിയ മുള്ളല്ല സുകന്യെ മനസ്സിൽ തറഞ്ഞു കയറിയത് ആ മല്ലിയുടെ മോളുടെ ചിരിയ. ഈ ലോകം മുഴുവൻ എന്നെ പരിഹസിക്കുന്നത് പോലെയാ തോന്നിയ. ഒന്നല്ല, ഒരുപാട് തവണയായി. ചിത്രഭാനുവിന്റെ തലയ്ക്ക് മുകളിലുള്ള അവളുടെയും അവളുടെ മകളുടെയും ജയം വിട്ടുകൊടുക്കില്ല. സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിലും വെല്ലുവിളികൾ തന്നെയാണല്ലോ ഏട്ടന്റെ നാവിൽ. കാല് ഒരുപാട് മുറിഞ്ഞു പോകും. അത്ര സാരമുള്ളതല്ല. കുട്ടികളൊക്കെ എങ്ങനെ ആയാൽ എന്താ ചെയ്യാ? കൂട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. എന്നാലും ഇതുപോലെ ആരെങ്കിലും അബദ്ധത്തിൽ വീണുപോയാലോ? സത്യം പറഞ്ഞ ഇത് ചെയ്തവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കുകയാണ് വേണ്ടത്. ഒരൊറ്റ കുഞ്ഞിനെ ശിക്ഷിച്ചാ മതി. ബാക്കിയെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. രാജ്യത്ത് കുഞ്ഞുങ്ങൾ ഒരുപാടില്ലേ? അതിലാരെന്ന് കരുതിയാ തിരയുന്നത്? എന്തായാലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് തികഞ്ഞ അഹങ്കാരം തന്നെയാണ്. ഒരു നല്ല കുഞ്ഞ് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. അതെ അതെ അതെ. എന്തായാലും ഏട്ടൻ തമ്പുരാൻ വിശ്രമിക്കൂ. ക്ഷേത്രകാര്യങ്ങൾക്കായാലും പെട്ടെന്ന് പുറപ്പെടണമെന്നില്ല. അതിനുള്ള ഏർപ്പാടുകളൊക്കെ നാം ചെയ്തോളാം. കേട്ടില്ലേ വർണ്ണമോളെ? വർണ്ണമോള് നല്ല കുട്ടിയല്ലെന്നാണ് അമ്മ പറഞ്ഞതിന്റെ സാരം. വല്ലിച്ച വീഴുമ്പോ അവള് ചിരിക്കാൻ പാടുണ്ടോ? തമ്പുരക്കന്മാരെ നോക്കി ചിരിച്ചാൽ അവളുടെ നാവരിയല്ലേ വേണ്ടത്? വല്ലിച്ചൻ എന്താ അത് ചെയ്യാത്തത്? ഉടവാളെടുക്കാനും നാവരിയാനും അറിയാഞ്ഞിട്ടല്ല, തടസ്സം നിൽക്കും നിന്റെ അച്ഛൻ തമ്പുരാൻ. നീതിമാനല്ലേ? ഒരവസരത്തിനായി കാക്കുകയാണ് വല്ലിച്ചൻ. ആ ചിരി വല്ലിച്ചന്റെ മനസ്സിലൊരു നീറ്റലാണ് മോളെ. അച്ഛാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കുട്ടി, പറഞ്ഞോളൂ. വർണ്ണമോളുടെ കാര്യമാണ്. വർണ്ണമോളെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് നാടുവഴി തമ്പുരാനോട് പറഞ്ഞാലോ അച്ഛാ? അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് പുതിയ തമ്പുരാക്കന്മാരുടെ വരവോടെ അഹങ്കാരം കൂടിക്കൂടി വരിക ആ കുട്ടിക്ക്. ഓരോ വാക്കിലും ഉണ്ട് അതൊക്കെ. അത് ശിക്ഷയായി എന്ന കാരണം വെച്ച് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്തായാല് ഗുരു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അജ്ഞതയുടെ അന്ധകാരം അകറ്റുന്നവൻ. വിളക്ക് കൊളുത്തി നടക്കാൻ പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. അല്ലാതെ ഒരാളുടെ മനസ്സിൽ അല്പം മാലിന്യമുണ്ട്, അതുകൊണ്ട് അയാൾ പുറത്തു പോകട്ടെ എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? അല്ലാതെ മനസ്സിൽ മാലിന്യം നിറഞ്ഞൊരാളെ നിർമ്മല മനസ്സാക്കാമെങ്കിൽ അതല്ലേ ഗുരുക്കന്മാരുടെ ചുമതല? സഹിക്കാത്ത അവസ്ഥ വന്നപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ദൈവത്തിനെ നോക്കൂ മോളെ. മനുഷ്യരെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എത്രയോ അവസരങ്ങൾ കൊടുത്തിട്ടും അത് തിരുത്താതിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ദൈവം വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നു? ദൈവം തിരുത്തിയേ അടങ്ങൂ എന്ന തീരുമാനം. അതുതന്നെയാണ് ഗുരുക്കന്മാർക്കും വേണ്ടത്. വർണ്ണമോളുടെ പ്രശ്നം നിസ്സാരമാണ്. കൊട്ടാരത്തിലെ തമ്പുരാട്ടിക്കുട്ടി. ചുറ്റും നിൽക്കുന്നവരെല്ലാം പ്രശംസിക്കുന്നു. ദേശമംഗലത്തെ അടുത്ത തമ്പുരാട്ടിക്കുട്ടി എന്ന സ്ഥാനപ്പേര് കാതിൽ വീഴുന്നു. അതൊന്നും ഈ കുഞ്ഞു മനസ്സിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. അതിന്റെയൊക്കെ അവസാനം അല്പം അഹങ്കാരം തന്നെയാണ്. അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തമ്പുരാനോട് പറയാം ഇനി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അല്ലാത്ത പക്ഷം അത് നമ്മുടെ തോൽവി തന്നെയല്ലേ? ശരി, വർണ്ണക്കുട്ടിയുടെ പെരുമാറ്റത്തിൽ അച്ഛന്റെ മനസ്സും വേദനിച്ചിട്ടില്ലേ പലപ്പോഴും? ഒരാളുടെ വാക്കിലും പെരുമാറ്റത്തിലും ഒക്കെ നമുക്ക് വിഷമം തോന്നുന്നത് ഒരു പ്രായം വരെയാണ്. അച്ഛനത് താണ്ടി കഴിഞ്ഞിരിക്കുന്നു. എന്തിനോടും പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്നെ തൊടാറില്ല, വേദനിപ്പിക്കാറുമില്ല. കുട്ടികൾക്ക് നീ ഗുരുവാണ്. പക്ഷേ നിന്നിലൊരു കുട്ടിത്വം ഇപ്പോഴും ഉണ്ട്. ഈ സംസാരിച്ചതൊക്കെ ആ കുട്ടിയാണ്. കുറച്ചുനാൾ കൂടി കഴിയട്ടെ. നമ്മളെക്കാൾ മുതിരും നമ്മുടെ ചിന്തകൾ. അപ്പോഴാണ് ചിരിയോടും ദേഷ്യത്തിനോടും സങ്കടത്തിനോടും ഒക്കെ നമുക്ക്
ഒരുപോലെ പെരുമാറാൻ പറ്റുന്നത്. വർണ്ണയെക്കുറിച്ച് ദോഷം പറയാൻ വന്ന ഞാനിപ്പോ ഏറ്റവും വലിയ ദോഷം നിറഞ്ഞവളായല്ലേ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണ്ടേ? നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠം പഠിച്ചു എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായച്ചാ. അമ്മയും മകളും ഒന്നിച്ചു തീരണം. ഒരു കാരണവശാലും ഒരാൾ കണ്ടെത്തിയാൽ പോലും ജീവനോടെ തിരിച്ചു കിട്ടാൻ പാടില്ല. തമ്പുരാനെ, ഈ കൂടയിലുള്ളവൻ കൊത്തിയാലേ പിന്നെ ആര് കണ്ടിട്ടും കാര്യമൊന്നുമില്ല. എത്ര വലിയ വിഷവൈദ്യന്റെ അടുത്ത് പോയാലും ജീവൻ തിരിച്ചു കിട്ടില്ല. കാര്യം കഴിഞ്ഞാൽ എങ്ങനെ? പാമ്പിനെ അകത്ത് കയറ്റും, എന്നിട്ട് അവിടെ എവിടെങ്കിലും പതുങ്ങും. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്റെ നാഗം എന്റെ അടുത്ത് തന്നെ വരും. എന്നിട്ട് ഞാൻ സ്ഥലം വിടും. സൂക്ഷിക്കണം. മറഞ്ഞിരിക്കുന്നത് എവിടെയായാലും നാട്ടുകാരിൽ ഒരാൾ പോലും കാണരുത്. അത് തമ്പുരാൻ പേടിക്കണ്ട. ഈശ്വരൻ പോലും അറിയാതെ ഒളിക്കാൻ എനിക്കറിയാം. ഇത് രാജകൽപ്പനയാണ്. നീ അനുസരിക്കുന്നതും രാജകൽപ്പനയാണ്. എവിടെയെങ്കിലും ഇരുന്ന് ഉന്മാദം കയറുമ്പോ വിളിച്ചു പറഞ്ഞാൽ എഴുത്തിനു മേലെ തല കാണില്ല. ക്രൂരമായ ശിക്ഷാവിധിക്കൊപ്പമാണ് കൊല്ലാനുള്ള ഉത്തരവും. ഒരുപാട് തമ്പുരാക്കന്മാരുടെ രഹസ്യങ്ങൾ ഈ നെഞ്ചിനകത്തുണ്ട്. അതൊന്നും ഇന്ന് വരെ പുറത്തു പോയിട്ടില്ല. അതുകൊണ്ടാ ഇങ്ങനെ പിഴച്ചു പോകുന്നത്. ഇവൻ പട്ടിണിയാ. ആരെ കിട്ടിയാലും പിന്നെ ഒരു മടിയും ഉണ്ടാവില്ല. ദേശമംഗലത്തേക്ക് വിരുന്നു വന്ന അമ്മയും മകളും ആരോടും പറയാതെ യാത്രയാവുന്നു. അന്ത്യയാത്ര. എന്താ കുട്ടി? അച്ഛാ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്തു സ്വപ്നം? കുഞ്ഞിക്ക് എന്തോ ആപത്തുണ്ട്. അവൾ നിലവിളിക്കുന്ന ഞാൻ കേട്ടു അച്ഛ. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ കുഞ്ഞിയുടെ കാര്യങ്ങളല്ലേ പറഞ്ഞോണ്ടിരുന്നത്? അതുകൊണ്ട് മോൾക്ക് തോന്നിയതാവും. അല്ല അച്ഛ, കുഞ്ഞ് ശരിക്കും കരഞ്ഞു. നമുക്ക് കുഞ്ഞിയുടെ വീട് വരെ ഒന്ന് പോവാം. കുഞ്ഞിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാം. ഈ നേരത്ത്
അതുവരെ എങ്ങനെ പോവാനാ മോളെ? വഴി എത്ര ദുർഘടം പിടിച്ചതാണ്. പാതിരാത്രിയായി. അവളെ ആരോ ദ്രോഹിച്ചു. ഒന്നുമില്ലാതെ കുഞ്ഞ് കാര്യമില്ല. ഒന്നുമില്ലാണ്ട് ദേവി അങ്ങനെ ഒരു സ്വപ്നവും കാണിച്ചു തരില്ല. എന്തായാലും ഈ നേരത്ത് കുഞ്ഞിയെ കാണാൻ പോവാൻ പറ്റില്ല. നാളെ നേരം വെളുക്കുമ്പോ കുഞ്ഞിയെ അന്വേഷിക്കാം. ഒന്നും ഉണ്ടാവില്ല കുട്ടി. കുഞ്ഞി പാവല്ലേ. കുട്ടി തന്നെ പറയാറില്ലേ, കുഞ്ഞി എന്ത് അപകടത്തിൽപ്പെട്ടാലും പല രൂപത്തിൽ ദേവി വരുന്നുണ്ട്, രക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ. പിന്നെന്താ, ഭഗവതിയുടെ കാര്യത്തില് സംശയമാണോ? അയ്യോ, എന്താ മോളെ കാണിക്കുന്നേ? അല്ലച്ച, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഒന്നുമില്ല. എത്രയോ എതിർപ്പുകൾക്കിടയിലാണ് ആ അമ്മയും മോളും ജീവിക്കുന്നത്. ദേവി ഭഗവതി ആ അമ്മയും മോളെയും രക്ഷിക്കും. മോളൊരു കാര്യം ചെയ്യേ, ഭഗവതിയോട് പ്രാർത്ഥിക്കുക. മനസ്സിന് സമാധാനം വരുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൾക്കൊന്നും വരില്ല അല്ലേ? ഇല്ല. നാളെ എന്റെ കുട്ടി അവിടെ ചെല്ലുമ്പോ എന്നത്തെയും പോലെ ചിരിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അവിടെ കാത്തു നിൽക്കും. അച്ഛനല്ലേ ഉറപ്പ് പറയുന്നത്, പിന്നെന്താ? ദേവി, എന്റെ ദേവി, എന്റെ കുഞ്ഞു പെണ്ണിനും അവളുടെ അമ്മയ്ക്കും ദേവി അല്ലാതെ വേറെ ആരുമില്ല. അവർക്ക് രണ്ടാൾക്കും ഒന്നും വരുത്തരുത്. എന്റെ കുഞ്ഞു പെണ്ണിനെ കരയിക്കരുത്. ഞാൻ എന്ത് നോമ്പ് വേണമെങ്കിലും എടുക്കാം, ഉപവാസം വേണമെങ്കിൽ അതും ആവാം. എന്റെ കുഞ്ഞു പെണ്ണിനെ കാത്തോളണേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ദേവി അമ്മേ മഹാമായേ. ഇപ്പൊ എന്താ തോന്നുന്നത്? കുഞ്ഞിപ്പെണ്ണിന് ആപത്തെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ കുഞ്ഞിനെ ഭഗവതി തൊട്ട് അനുഗ്രഹിച്ചതാ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവളെ. എത്രയും പെട്ടെന്നൊന്ന് നേരം വെളുത്താ മതിയായിരുന്നു. എനിക്ക് എന്റെ കുഞ്ഞെ കണ്ടാ മതി. അതിരുകളൊന്നുമില്ലാതെ കുഞ്ഞിയും മോളും പരസ്പരം സ്നേഹിക്കുന്നുണ്ടല്ലോ. അത് ഏറ്റവും ആദ്യം അംഗീകരിക്കുന്നത് ഭഗവതി തന്നെ ആയിരിക്കും. ദേവി മഹാമായേ. മോളെ കുഞ്ഞി, ഭക്ഷണം സമയത്തെടുത്ത് കഴിക്കണേ. അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്തൊന്നും ഇറങ്ങി പോകരുത് കേട്ടോ. ഇവിടെ തന്നെ ഇരുന്നോളണേ. കുഞ്ഞി, അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കള്ള ഉറക്കമാണല്ലേ. വീടിന് മുന്നിൽ ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കണ്ട. രാത്രി മുഴുവൻ കഥയും കേട്ട് കിടന്നാൽ എപ്പോഴോ ഉറങ്ങുന്നത്? അമ്മ വാതിൽ ചാരയണേ. ഭക്ഷണം കഴിക്കണം കേട്ടോ. ദൂരെങ്ങും പോലെ അമ്മ വേഗം വരാം. മല്ലിയമ്മേ, ഇതെന്താ വേദക്കുട്ടി രാവിലെ തന്നെ? കുഞ്ഞി എവിടെ? അവൾ എഴുന്നേറ്റിട്ടില്ല, ഉറക്കത്തിലാണ്. വേദക്കുട്ടി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ വിളിച്ചെഴുന്നേൽപ്പിച്ചോളൂ.
വേദക്കുട്ടി വിളിച്ചാൽ ഒരു മുഷിച്ചലും ഇല്ലാതെ അവൾ എഴുന്നേറ്റുള്ളൂ. കുഞ്ഞിക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? മല്ലിയമ്മേ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. കുഞ്ഞിക്ക് തീരെ വയ്യാന്ന്. ഞാൻ ഞെട്ടി എഴുന്നേക്കുകയും ചെയ്തു. അച്ഛൻ തിരുമേനിയോട് പറഞ്ഞപ്പോ അച്ഛൻ തിരുമേനി എന്നെ സമാധാനിപ്പിച്ചു. എന്നിട്ടും എനിക്കൊരു സമാധാനവും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ദേവിക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു, കുഞ്ഞിക്ക് ഒന്നും വരുത്തല്ലേ എന്ന്. എന്റെ കുഞ്ഞു പെണ്ണിനെ എന്തോരു ഇഷ്ടോ വേദക്കുട്ടിക്ക്. അവൾ എന്റെ സ്വന്തം അല്ലേ? അവളുടെ ഭാഗ്യം. ഇന്നലെ രാത്രി മുഴുവൻ വേദക്കുട്ടിയെ കുറിച്ചാ കുഞ്ഞിപ്പെണ്ണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തോരം വർത്തമാനങ്ങളാ പറയുന്നത്. വേദക്കുട്ടി കുഞ്ഞിപ്പെണ്ണിനെ തന്നെ ഓർത്ത് കിടന്നിട്ടായിരിക്കും സ്വപ്നം കണ്ടതും പേടിച്ചതും ഒക്കെ. അച്ഛൻ തിരുമേനിയും പറഞ്ഞു. എന്നിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ അച്ഛൻ തിരുമേനിയെ പറഞ്ഞത് ഓടിപ്പോയി കുഞ്ഞിപ്പെണ്ണിനെ കണ്ടിട്ട് വന്ന്. വേദക്കുട്ടിയുടെ അച്ഛൻ എത്ര ദയവുള്ള ആളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളെ ദേശമംഗലത്തേക്ക് അയച്ചവർ പറഞ്ഞു അവിടെ നല്ല മനസ്സലിവുള്ള ആൾക്കാരുണ്ടെന്ന്. അവരായിരിക്കും നിങ്ങളെ സഹായിക്കുക എന്ന്. അത് സത്യമാണ്. വേദക്കുട്ടിയും വേദക്കുട്ടിയുടെ അച്ഛനും ഒക്കെ എത്ര നന്നായിട്ട് ഞങ്ങളോട് പെരുമാറുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ ആട്ടിയിറക്കില്ലേ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ? മല്ലിയമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇതിന്റെയൊക്കെ ഉത്തരം എനിക്ക് അച്ഛൻ തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. മനുഷ്യര് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഞാനും കുഞ്ഞിപ്പെണ്ണും മല്ലിയമ്മയും അച്ഛൻ തിരുമേനിയും ഒക്കെ ദൈവത്തിന്റെ മക്കളാ. വ്യത്യാസം കാണിക്കുന്നവർ കാണിച്ചോട്ടെ, നമ്മുടെ മനസ്സിൽ അതില്ലാതായി പോരെ. കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ ഞാൻ നടക്കുന്നത് തെറ്റാണെങ്കിൽ ഭഗവതി എന്നെ ശിക്ഷിക്കില്ലേ? ഇതുവരെ ശിക്ഷിച്ചില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ ഞാൻ നടക്കുന്നത് ഭഗവതിക്ക് ഇഷ്ടമാണെന്ന്. എന്ത് ആശ്വാസമുള്ള വാക്കുകളാണ് മോളി പറയുന്നത്. കേട്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഇങ്ങനെ കേട്ട് നിന്നാ മതിയോ? മല്ലിയമ്മയ്ക്ക് പണിക്ക് പോണ്ടേ? അയ്യോ, സംസാരിച്ചെന്ന് ഞാൻ മറന്നുപോയി. എന്നാ വേദ കുടിയിലേക്ക് പൊയ്ക്കോ. അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറയണേ. അതൊക്കെ ഞാൻ കഴിപ്പിച്ചോളാം. ഞാൻ കൊടുത്താ എന്റെ കുഞ്ഞിപ്പെണ്ണ് കഴിക്കും. എന്നാ മോള് ചെല്ല്. കുഞ്ഞി, കുഞ്ഞി എണീറ്റേ. കുഞ്ഞി, കുഞ്ഞി എണീറ്റേ. കുഞ്ഞി എഴുന്നേക്ക്. കുഞ്ഞി, കുഞ്ഞി എണീക്ക്. കുഞ്ഞി എണീക്ക്. കുഞ്ഞി, 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 കുഞ്ഞി എഴുന്നേക്ക്. കുഞ്ഞി, കുഞ്ഞി എഴുന്നേക്ക്. കുഞ്ഞി, കുഞ്ഞി എഴുന്നേക്ക്. കുഞ്ഞി, കുഞ്ഞി എഴുന്നേക്ക്. കുഞ്ഞി, 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 കുഞ്ഞി എഴുന്നേക്ക്. കുഞ്ഞി, എന്തൊരു ഉറക്ക. കുഞ്ഞി എഴുന്നേക്ക്. കുറച്ചേരം കൂടെ കിടക്കട്ടെ വേദക്കുട്ടി. പറ്റില്ല, പറ്റില്ല, പറ്റില്ല. കുഞ്ഞെ വിളിച്ച് എഴുന്നേപ്പിച്ചോളാം, ഭക്ഷണം കഴിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കേ ഞാൻ. എഴുന്നേറ്റ്, വേഗം എഴുന്നേറ്റ്. എഴുന്നേക്ക്, എഴുന്നേക്ക്. ഞാൻ ഇന്നലെ കുഞ്ഞെ സ്വപ്നം കണ്ടു. ഞാനും കണ്ടല്ലോ വേദക്കുട്ടിയെ. എനിക്ക് സ്വപ്നം കണ്ടിട്ടില്ലേ, നല്ല സങ്കടമായി. എന്താ? കുഞ്ഞിക്ക് വയ്യാതായെന്നുള്ള സ്വപ്നമാ കണ്ടത്. അതെങ്ങനെയാ വയ്യാതാവുന്നത്? വേദക്കുട്ടി എനിക്ക് വേണ്ടി ദേവിയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ? കുഞ്ഞിക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? ദൈവത്തോളം. എന്നാ എഴുന്നേറ്റ് വാ. വേണ്ട വേദക്കുട്ടി, നമുക്ക് ഇവിടെ ഇരിക്കാം. വേദക്കുട്ടി എനിക്ക് ദേവിയുടെ ഒരു കഥ പറഞ്ഞു തരോ? കഥയൊക്കെ പറഞ്ഞു തരാം. പക്ഷെ ആദ്യം എഴുന്നേറ്റ് പല്ല് തേക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം വേദക്കുട്ടി. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്റെ കൂടെ എഴുന്നേറ്റ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പോകും കേട്ടോ. വേദക്കുട്ടി പോണ്ട, ഞാൻ വരാം.
ഇതാ വേഗം പല്ലേക്ക്. ഏത് കുട്ടി പല്ലേച്ചോ? ഞാനും അച്ഛൻ തിരുമേനും വെളുപ്പിന് എഴുന്നേക്കില്ലേ, പല്ല് തേപ്പും കുളിയും ഭക്ഷണവും ഒക്കെ കഴിയും. അങ്ങനെ വേണ്ടത്. വേദക്കുട്ടിക്ക് ഗുരുകുലത്തിൽ പോണോണ്ടല്ലേ, എനിക്ക് എങ്ങനെയൊന്നും ഭാഗ്യമില്ലല്ലോ. അതൊക്കെ ശരിയാവും. കുഞ്ഞിപ്പോ കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ, അതുപോലെ ഞാൻ പഠിച്ചതെല്ലാം പഠിപ്പിച്ചു തരാം. എന്നിട്ട് വേദക്കുട്ടി ആറ്റുകാലമ്മ ഇങ്ങോട്ടാ പോയത്? എന്താ? 6 കടന്ന് ആറ്റാൽ ഭഗവതി വന്നതും ഇരുന്നതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ആറ്റുകാലമ്മ എങ്ങോട്ടാ പോയത്? കുരുമ്പക്കാവിലേക്ക്. അതങ്ങ് കൊടുങ്ങല്ലൂരാ. അവിടെ ഭദ്രകാളിയായിട്ട് അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോ ആറ്റുകാലിലും കുരുമ്പക്കാവിലും ഉണ്ടോ? ഉണ്ട്. ദേവി മഹാമായ എല്ലായിടത്തും ഉണ്ട്. എല്ലാ ഭക്തർക്കും അമ്മയെ കാണണ്ടേ, അവർക്ക് പ്രാർത്ഥിക്കണ്ടേ, അവരെയൊക്കെ കാണണ്ടേ അമ്മയ്ക്ക്? അവിടെ എന്ത് അത്ഭുതം നടന്നത്? കഥയൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പോയി വാ കഴുകിയിട്ട് വാ. ഇന്നലെ രാത്രി തന്നെ പാമ്പിനെ കുടിയിലേക്ക് വിട്ടു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ആൾ താമസമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടൊരു കുടിലിൽ ഒരമ്മയും മകളും മരിച്ചു കിടന്നാൽ അത്ര പെട്ടെന്ന് അത് പുറം ലോകം അറിയുമോ സുകന്യെ? അപ്പം മരണം ഉറപ്പാണല്ലേ? എന്താ സംശയം? അമ്മയും മകളും ഇനി ദേശമംഗലത്തുണ്ടാവില്ല. അങ്ങയ്ക്ക് അവരോടുള്ള വൈരാഗ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരോപണങ്ങൾ അങ്ങയ്ക്കെതിരെയും വരാം. കൊത്തുന്നത് നാഗമല്ലേ? നാഗങ്ങൾക്ക് പൂർവ്വവൈരാഗ്യം അറിയില്ലല്ലോ. അവർക്ക് ജാതി അറിയില്ല, സമുദായം അറിയില്ല. ജന്തുക്കളല്ലേ? ഇനി അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഇതുപോലെ എത്രയോ കടന്നുപോയിരിക്കുന്നു. കൊട്ടാരക്കെട്ടുകൾക്ക് നേരെ കല്ലെറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ പ്രജകളുടെ കൂട്ടത്തിൽ? പക്ഷെ ആർക്കെങ്കിലും കൈ ഉയരുവോ? ഇല്ല. കാരണം അതാണ് അധികാരത്തിന്റെ ശക്തി. ദേശമംഗലത്തെ പ്രജകളെ സംബന്ധിച്ചു മല്ലിയും കുഞ്ഞും അവർക്കൊരു നഷ്ടമല്ല.